ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 പച്ചമുളക്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 5 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയത്, ഒരു ബീട്രൂട്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു 1/4 കിലോ ശർക്കര, 1/2 ടീസ്പൂൺ അച്ചാർ പൊടി, ഇതിന് പകരം നമുക്ക് കായംപൊടി ആയാലും കുഴപ്പമില്ല, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കടുക് നന്നായി പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളക്. ഇത് നമ്മുടെ പച്ചമുളക് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മുടെ ബീട്രൂട്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിച്ച് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് പൊടിയിൽ കിടന്ന് ബീട്രൂട്ട് നന്നായി ഒന്ന് വേവട്ടെ. അത് നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തെടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി നന്നായി വെന്ത് വരണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അച്ചാറിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഇനി കായംപൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് കുറുകി വരട്ടെ. അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് നമ്മുടെ പുളിയിഞ്ചി റെഡി ആവാനായി. നമ്മുടെ പുളിയിഞ്ചി നല്ല വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.